ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ട്രിപ്പ് പോവാണ്. പോകുന്ന സ്ഥലം ഒന്നും അറിയണ്ടേ? യെസ്, തായ്ലൻഡിലേക്കാണ്. അപ്പോൾ ഞങ്ങളെ നാട്ടിൽ നിന്നും നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ചെക്കിങ്, അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് കാറിൽ പോവുകയാണ്. ഏകദേശം 10:30 കൂടിയാണ് ഫ്ലൈറ്റ്. 10:11 മണിക്കാണ് ഫ്ലൈറ്റ് രാത്രി. അപ്പോൾ അതിന് ഒരു 3 മണിക്കൂർ മുന്നേ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ചെക്കിങ്ങും ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 2.5-3 മണിക്കൂർ എയർപോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഞങ്ങൾ ലോഞ്ചിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഏറെ കാലത്തൊരു സ്വപ്നമായിരുന്നു തായ്ലൻഡിലേക്ക് പോകണം എന്നുള്ളത്. ഒരുപാട് കാലത്തെ ഒരാഗ്രഹം സഫലീകരിക്കാൻ പോവുകയാണ്. നേരെ ഫ്ലൈറ്റിലേക്ക് കയറി. ഭയങ്കര കൺജസ്റ്റഡായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയൊരു സുഖമൊന്നുമില്ല. ഞങ്ങൾ കയറി ഏകദേശം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുത്ത് ട്രാവൽ ചെയ്യാം. അതിനുശേഷം രാവിലെ തന്നെ അതായത് ഒരു 3:30-4 മണിയാകുമ്പോഴേക്കും നമ്മളെത്തി. തായ്ലൻഡിലെ DMK എയർപോർട്ടിലാണ് ഇറങ്ങിയത്. അപ്പോൾ 4:30 കൂടി നമ്മൾ എയർപോർട്ടിലെത്തിയെങ്കിലും 6:00 കൂടിയാണ് ഞങ്ങൾക്ക് ബസ് വന്നത്, ഞങ്ങളുടെ പോകാനുള്ള ബസ് വന്നത്. അപ്പോൾ അവിടെ നിന്നൊന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അതൊക്കെ ബസ്സിലേക്ക് കയറാനുള്ള പരിപാടി. ഇന്ന് തന്നെ നമ്മൾ ഹോട്ടലിലേക്ക് വൈകുന്നേരം പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ 1-2-3 സ്ഥലങ്ങൾ പോകാണ്ട്. അപ്പം ഞങ്ങളുടെ ബസ്സാണ് വരുന്നത്, ഡബിൾ ഡക്കർ ബസ്സാണ്. കേരളത്തിൽ നിന്ന് ഡ്രീം ഹണ്ടർ എന്നുള്ള ഏജൻസി മുഖേനയാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തത്. ഞാനും വൈഫും 2 കുട്ടികളുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത സർവീസ്, നല്ല അടിപൊളി സർവീസായിരുന്നു ഡ്രീം ഹണ്ടറിൻ്റെ. അത്യാവശ്യം നല്ല എന്താ പറയുക, നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മുഴുവൻ അവർ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആശങ്കകളും അതിൻ്റേതായിട്ടുള്ള കൺഫ്യൂഷൻസൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. അത്രയും മനോഹരമായിട്ടുള്ളൊരു സർവീസായിരുന്നു അവരുടെ. അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് കയറി. ലഗേജൊക്കെ താഴെ തന്നെ വെച്ചു. അങ്ങനെ വലിയൊരു വ്യൂ ഉള്ളൊരു ബസ്സിലാണ് കയറിയത്. മൊത്തത്തിൽ പുറത്തേക്കൊക്കെ നന്നായിട്ട് കാണാം. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഗൈഡും അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു, അവരുടെ രാജ്യത്ത് നിന്നും. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ നിന്നൊരു ഗൈഡും ഉണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പറഞ്ഞു തരും. മലയാളത്തിലും അവരുടെ ഭാഷയിലൊക്കെ, ഇംഗ്ലീഷിലും. തായ്ലൻഡിൽ ഇംഗ്ലീഷ് അത്ര നല്ല രീതിയിൽ അവർ സംസാരിക്കുന്നില്ല എങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ അവർ പറഞ്ഞു തരും. അങ്ങനെ ബസ് ഏകദേശം മുന്നോട്ടെടുത്തു. ബസ് കയറിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്യണം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെങ്കിൽ. ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോണത്. കടുവേൻ്റെ അടുത്തുനിന്നും പുലീൻ്റെ അടുത്തുനിന്നും മുതലേൻ്റെ അടുത്തു നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാമെന്നാണ് പറഞ്ഞത് നമ്മുടെ ഗൈഡാണിത്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു രാജ്യമാണ് തായ്ലൻഡ്. വളരെ നല്ല രീതിയിൽ വെൽ പ്ലാൻഡായിട്ട്, എന്താ പറയുക, ഒരു തരത്തിലും നമുക്ക് ഒരു വൃത്തികേടോ അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് അവരുടെ ചുറ്റുപാട് മുഴുവൻ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് തായ്ലൻഡുകാർ. നല്ല ഭംഗിയുണ്ട്. എല്ലാ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജ്യമാണ് തായ്ലൻഡ്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാലല്ലേ ഒരു തരത്തിൽ എന്താ പറയുക, പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ മൊത്തം കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്താണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തു. കാരണം നമുക്ക് രാത്രി ഒന്നും അത്ര നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിച്ചില്ല. 3 മണിക്കൂർ ഫ്ലൈറ്റിലും പിന്നെ ബാക്കിയുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പാടെ ആകെപ്പാടെ റഷായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പുറത്തുള്ള എല്ലാ കാഴ്ചകളും ഇങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, പുറത്തൊന്നും ഒരു വൃത്തികേടോ അങ്ങനെ ഒരു പൊടിയോ അങ്ങനെ എന്താ പറയുക വേസ്റ്റോ ഒന്നും തന്നെ കാണാനില്ല. വളരെ മനോഹരമായിട്ട് ടൗൺ പ്ലാനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ യാത്ര തുടർന്നു. ടൈഗർ ടോപ്പി കഴിഞ്ഞിട്ട് നോങ് നൂച്ചാണ് അടുത്തത്. അങ്ങനെ ഈ 2 ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു വൈകുന്നേരത്തോടു കൂടി റൂമിൽ, നമ്മുടെ താമസിക്കുന്ന റൂമിലെത്താം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ടൈഗർ ടോപ്പിയിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് നോങ് നൂച്ചിൽ ഏകദേശം ഒരു അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞ് ഒരു ഉച്ചഭക്ഷണം നോങ് നൂച്ചിൽ നിന്നാണ്. അപ്പോൾ അതും കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി നമ്മൾ റെസ്റ്റോറൻറ്റിൽ വിചാരിച്ചു. ഇപ്പം നമ്മൾ ടൈഗർ ടോപ്പിയിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. സത്യം പറയാമല്ലോ, വളരെ നോർത്ത് ഇന്ത്യൻ ഫുഡാണെങ്കിൽ കൂടി വളരെ അടിപൊളിയായിരുന്നു രാവിലത്തെ ഭക്ഷണം. നമ്മുടെ ഇന്ത്യൻ ഫുഡ് എല്ലാം തന്നെ ഉണ്ട്. ഇപ്പം നല്ല രീതിയിൽ ഫുഡ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്ന കവാടം. ടൈഗർ ടോപ്പിയിൽ എത്തിയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ബാത്റൂം സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. എയർപോർട്ടിൽ നിന്ന് നമുക്ക് കുളിക്കാനോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരെ വന്നിട്ട് ഒന്നും കൂടി ഫ്രഷായത് ടൈഗർ ടോപ്പിയിൽ നിന്നാണ്. അവിടെ നമ്മളത് അതുപോലുള്ളൊരു വണ്ടിയിൽ നമ്മളങ്ങനെ കയറ്റും. അവരിങ്ങനെ കയറ്റിയിട്ട് അവർ കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. അങ്ങനെ നമ്മളെ ഈ വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് പതുക്കെ അവർ ടൈഗർ ടോപ്പീൻ്റെ കാണാൻ പറ്റുന്ന ഏരിയയിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകും. അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈഗറിൻ്റെ ഒക്കെ അത് അടുത്ത് കാണാൻ കണ്ടില്ലേ. നമ്മുടെ രാജ്യത്ത് ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല മനോഹരമായ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ടൈഗർ ടോപ്പിയ. അവിടെ നിന്ന് നമുക്ക് ടൈഗറിന് അടുത്ത് കാണാൻ, ഫോട്ടോ എടുക്കാം, എല്ലാ സെറ്റപ്പും ചെയ്യാം. ഞങ്ങളതൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് 1-2-3 ഫോട്ടോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കൊടുത്തു. നമ്മളൊപ്പം വന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് ഇവിടുന്നാണ്. ശരിക്കും അവരൊക്കെ പരിചയപ്പെട്ടു. അതിഥി അവർ 2 പേരും അവിടെ കുളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ കടുവകളുടെ ഇടയ്ക്ക് ഒരു നായക്കുട്ടി കടന്ന് കളിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന്.